ഒരുപാട് തവണ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഇപ്പം എൻ്റെ യൂട്യൂബിൻ്റെ അകത്ത് 50,000 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണ്. അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ചെറിയൊരു മോട്ടിവേഷൻ എന്നൊന്നും പറയാം, നമ്മൾ മോട്ടിവേഷൻ കൊടുക്കാനൊന്നും ആളല്ലല്ലോ. ദൈവവിശ്വാസം ആർക്കെങ്കിലും കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസം ഒന്ന് കുറച്ചെങ്കിലും ഞാൻ കാരണം കൂടുകയാണെങ്കിൽ കൂടിക്കോട്ടെ. ഞാൻ കാരണമല്ല കേട്ടോ, ഞാൻ പറയുന്ന കഥ കാരണം നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കഥയല്ല മക്കളെ, റിയൽ ലൈഫ്. നമ്മുടെ അമൃത ടി വി പറയും പോലെ കഥയല്ല ഇത് ജീവിതം എന്ന് പറയുന്നത് പോലെ കഥയല്ല റിയൽ ലൈഫ്. എത്ര പേരത് കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, എത്ര പേര് കേൾക്കാത്തവരുണ്ട് എന്ന് എനിക്കറിയില്ല. കേൾക്കാത്തവർക്കായിട്ട് കേട്ടവരുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോവുക. മറ്റൊന്നുമല്ല, നിങ്ങളൊക്കെ കേട്ടു എന്ന് വിചാരിക്കുന്നു. 2 ഇരട്ടക്കുട്ടികളെ ഒരമ്മ ഉപേക്ഷിച്ച കഥ കേട്ടിട്ടുണ്ടോ? ആ ഇരട്ടക്കുട്ടികളിൽ രണ്ടാളുടെ പേര് ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ പേര് പറഞ്ഞിട്ട് അവർക്കൊരു ഇഷ്യൂ വേണ്ട. ആ കുട്ടികളുടെ കഥകൾ അവർ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പലപ്പോഴും പോസ്റ്റ് ചെയ്യാറുണ്ട്. അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, അതിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് വെച്ചാൽ ആ കഥ ഭയങ്കരമായിട്ട് എന്താ പറയുക, മോട്ടിവേഷനേക്കാട്ടിലും വലിയൊരു കരുത്ത് ആ ഒരു കഥ ഓർക്കുന്ന സമയത്ത് എനിക്ക് കിട്ടും. എന്താ വെച്ചാൽ 2 ഇരട്ടക്കുട്ടികളെ അമ്മ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചതാണ്. അപ്പം 2 പേര് അവരെ ദത്തെടുത്തു, 2 ഫാമിലിയായിട്ട് അവരെ ദത്തെടുത്തു. അപ്പോൾ 2 രീതിയിലാണ് അവർ വളർന്നു കൊണ്ടിരുന്നത്. പക്ഷേ മുതിർന്ന് വിവാഹം കഴിഞ്ഞ സമയത്താണ് ഒരാൾക്ക് മനസ്സിലാവുന്നത് ഇരട്ടക്കുട്ടികളായിരുന്നു, തൻ്റെ സിസ്റ്റർ ഒരാളും കൂടി ഉണ്ട് എന്നുള്ളത്. എങ്ങനെയൊക്കെയോ സ്ട്രഗിൾ ചെയ്ത് ആളെ കണ്ടുപിടിച്ചിട്ട് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കണ്ടുപിടിച്ച ആളുടെ ഭർത്താവിൻ്റെ അനിയൻ വിവാഹം കഴിക്കുകയാണ് ഈ കൂടപ്പിറപ്പിനെ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമ്മളെ കുട്ടിക്കാലത്ത് കിട്ടാത്ത സ്നേഹങ്ങളും ലാളനകളും അവർക്കിടയിൽ പറയാൻ മറന്ന കഥകളും ഒക്കെ അവർ അനിയത്തിയും ഏട്ടത്തിയുമായിട്ട് ഒരു വീട്ടിലേക്ക് വീണ്ടും എത്തിപ്പെട്ടതും 2 പേരെയും കാണാൻ ഓൾമോസ്റ്റ് ഒരേപോലെയാട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്ന, ദൈവം നമ്മളെ അടുത്ത് പല പരീക്ഷണങ്ങളും ചെയ്യും. പക്ഷേ എന്ത് പരീക്ഷണം ചെയ്താലും ആ പരീക്ഷണത്തിനൊക്കെ അപ്പുറം നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അവർ കുഞ്ഞിലേ പിരിഞ്ഞു, അവർക്ക് പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് ഒരാൾക്ക് മനസ്സിലാവുന്നത് തനിക്കൊരു കൂടപ്പിറപ്പ് കൂടിയുണ്ട്, അതും ഇരട്ടക്കുട്ടിയാണ് എന്നതിന് ശേഷം ആളെ കണ്ടുപിടിക്കുകയും ഭർത്താവിൻ്റെ അനിയനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ഒരേ വീട്ടിൽ ഇപ്പം സുഖസുന്ദരമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നത്, അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. അപ്പം നമുക്ക് കൈവിട്ട് പോയി എന്ന് തോന്നുന്ന പലതിനെയും നമുക്ക് തിരിച്ചു പിടിക്കാനും സമയമുണ്ട്, നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ദൈവവിശ്വാസം ചിലപ്പോൾ പലർക്കും ഉണ്ടായി എന്ന് വരില്ല. അത് എന്നോട് സംസാരിക്കുന്ന പലർക്കും ഞാനത് ഫീൽ ചെയ്തൊരു സംഭവമാണ്. അവർക്ക് ദൈവത്തിൽ അത്രമേൽ വിശ്വാസമൊന്നും ഉണ്ടാവില്ല, പിന്നെ ഏതോ അങ്ങ് നടന്നു പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ വിടണം. നമുക്ക് ദൈവം എന്ന് പറയുന്നൊരു ശക്തി ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അഗർബതിൻ്റെ ഒരു പരസ്യം കാണാറുണ്ട്, പണ്ട് ഓർമ്മയുണ്ടോ? അഗർബതി മറ്റേ ചന്ദനത്തിരിൻ്റെ ഒരു പരസ്യം ഉണ്ടാവാറുണ്ടായിരുന്നു, ദൈവമില്ലെങ്കിൽ ആര് തേങ്ങയിൽ വെള്ളം നിറച്ചു എന്ന്. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഇത്രയും കാലം കിട്ടാത്തതിനാൽ ദൈവമുണ്ട് എന്നുള്ളത് വിശ്വസിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ അതാണ്, എനിക്ക് ആ ഒരു കഥ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തു പോയൊരു സംഭവമാണ്. ആ കുട്ടിയുടെ ഓരോരോ കഥകൾ പറയുമ്പോഴും ഞാനിങ്ങനെ കേട്ടിരിക്കാറുണ്ട്. അപ്പം ദൈവം ക്രൂരനല്ല, ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണ് എന്നുള്ള ലാസ്റ്റ് ഈ സിനിമയുടെ എൻഡിലല്ലേ നമുക്ക് സത്യാവസ്ഥ മനസ്സിലാവും. അതേപോലെ ഇപ്പം അവർ ഏട്ടൻ്റെ അനിയൻ്റെയും ഭാര്യമാരായിട്ട് സഹോദരിമാരായിട്ട് ഒരു വീട്ടിൽ കുഞ്ഞുങ്ങളും അമ്മയും അച്ഛനൊക്കെ ആയിട്ട് സുഖസുന്ദരമായിട്ട് കഴിയുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കൈ ചൊറിയ ഗൈസ് നന്നായിട്ട് പെയിൻ്റായി, എനിക്ക് 3D ഗോൾഡായിട്ട് ചൊറിയുക ചെയ്യുന്നത്, അതാ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും കുളിക്കാഞ്ഞിട്ടാണ്, അതല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം 50,000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പം. അപ്പോൾ അരുണ് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യണേ. ഞാൻ പറഞ്ഞാൽ ആദ്യം 50,000 ആവട്ടെ, ഇനി ഏകദേശം 1300 ആൾക്കാരങ്ങാണ്ടും വേണം. ഞാൻ പറഞ്ഞാൽ 50,000 ആവട്ടെ, അപ്പം നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. കാരണം ഫാമിലി ഇല്ലാത്ത എനിക്ക്
അത്ര ഫാമിലിനെ കിട്ടുക എന്ന് പറയുന്നത് ഞാൻ നിസ്സാരമായിട്ട് കണക്കാക്കുന്നില്ല. ഏതായാലും സപ്പോർട്ട് ചെയ്യുന്നവരോടും കുറ്റപ്പെടുത്തുന്നവരോടൊക്കെ ഒരുപാട് നന്ദി. സപ്പോർട്ടിനെക്കാട്ടിലും അപ്പുറം നിങ്ങളുടെ കുറ്റപ്പെടുത്തലാണ് എന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീണ്ടും കുറ്റപ്പെടുത്തിക്കോളൂ, ഞാനിവിടെയൊക്കെ തന്നെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സന്ധിക്കും വരെ വണക്കം. ബൈ ദ ബൈ.